മാത്രല്ല, അതിനുവേണ്ടി അള്ളാഹുവിന്റെ ആയത്ത് വരെ ദുർവ്യാഖ്യാനം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ആയത്ത് വരെ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വരെ ദുർവ്യാഖ്യാനിച്ച് ഈ കേരളത്തിന്റെ വഴി കടന്നു വന്നു. ഇത് മുജാഹിദുകൾ ശീലിച്ചു വന്നതാണോ? ഒരിക്കലുമല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായി ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമുൽ ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ദുർവ്യാഖ്യാനം ഇങ്ങോട്ട് ആരോപിക്കുമ്പോൾ അങ്ങോട്ട് തെളിയിക്കാൻ കഴിയുന്ന എത്രയെത്ര ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയല്ലേ ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്തോതിയിട്ട് പണ്ട് ചേകന്നൂര് പറഞ്ഞ അർത്ഥം, ശേഷം സലാം സലമി പറഞ്ഞ അർത്ഥം, അതേപോലെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ക്ലിപ്പ് നമ്മൾ എത്ര പേർ കേട്ടതാ. യുഹവ്വിഫു ഔലിയാഅഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും. സൂറത്ത് ആലു ഇമ്രാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. എന്നാ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടുവോ, എവിടെങ്കിലും കേൾപ്പിച്ചുവോ? ഈ പട്ടപ്രിയത്തടക്കം ഞങ്ങൾ ആ ക്ലിപ്പുമായി വന്നവരാ. ഫലാ തഖാഫൂഹും എന്ന ആയത്തില് സലഫ് പറഞ്ഞ അർത്ഥം സലാം സലമി വെച്ച ദുർവ്യാഖ്യാനമാണ്, ചേകന്നൂര് പണ്ട് പറഞ്ഞ ദുർവ്യാഖ്യാനമാണ്. അതാണല്ലോ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കേണ്ടി വന്നത്. എവിടെങ്കിലും പറഞ്ഞോ തെറ്റായിപ്പോയി എന്ന്? കൂടെ നടക്കുന്ന KV അബ്ദുൽ ലത്തീഫ് മൗലവി ആയത്ത് മുറിച്ചിട്ട് പകുതി ഓതിയിട്ടല്ലേ പറഞ്ഞത്, വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ, ഒരാളുകയും സിഹ്ർ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന് ആയത്ത് മുറിച്ചോതി ഇല്ലാ ബിഇദ്നില്ലാ എന്ന ഭാഗം കട്ടിമുറിച്ചിട്ട് ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട്. അതുപോലെ വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ, സിഹ്ർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ അതേപോലെ എന്ന ആയത്തോലിയിട്ട് ഈ സംഘടനയെ അള്ളാഹു ഇറക്കിയതാണ്, ഈ സംഘടന അള്ളാഹു സംരക്ഷിക്കും എന്ന് ദുർവ്യാഖ്യാനിച്ചല്ലേ ഖുർആൻ പറയുന്നത്. അള്ളാഹുവാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനെയും ഈ പ്രസ്താവനയെ ഈ കാര്യങ്ങളെ അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തിനാണാവോ സംരക്ഷിക്കാനുള്ള ബേജാറുമായി സലഫി ഇറങ്ങി തിരിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ ബദറിന്റെ ആയത്ത് ഓതിയിട്ട് മലക്കുകൾ ഇറങ്ങുന്നുവെന്ന ആയത്തോതിയിട്ടാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു ഫാറൂഖി പ്രസംഗിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ മലക്കോട് സഹായം തേടിയിട്ടുണ്ട്, എന്നാലും ജിന്നിനോട് തേടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ. എല്ലാ സഹായവും മലക്കുകളോട് റസൂൽ തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. നമുക്കറിയുന്നത്